വർഷം അവസാനിക്കുകയാണ്. അതാ സിനിമാ മേഖലയിൽ നിന്നുള്ള ചില കണക്കുകൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മുന്നിലേക്ക് വെക്കുന്നുണ്ട്. പല സിനിമകളെ കുറിച്ച് വാദോരാതെ സംസാരിക്കുകയും ആവേശത്തോടെ കണ്ടുവെങ്കിലും അത്രത്തോളം സന്തോഷം നൽകുന്ന കണക്കുകളല്ല പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഭാഗത്തു നിന്നും വരുന്നത്. അതായത് 2024 തിയേറ്ററിലെത്തിയ 199 സിനിമകളിൽ വിജയിച്ചത് 26 സിനിമകൾ മാത്രം എന്ന് പറയുന്നു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. റീ റിലീസ് ചെയ്തതിൽ നേട്ടമുണ്ടാക്കിയത് മോഹൻലാലിന്റെ ദേവദൂതൻ മാത്രമാണ്. അഭിനേതാക്കൾ പ്രതിഫലം കുറയ്ക്കാത്തത് പ്രതിസന്ധിയാണ് എന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറയുന്നു. അതായത് 1000 കോടി മുതൽ മുടക്കിയപ്പോൾ ലാഭം 300 കോടിയാണ്, 700 കോടി നഷ്ടമായി എന്നാണ് പറയുന്നത്. റിയ ബേബി വിവരങ്ങളായുണ്ട്. റിയ, ഏറ്റവും ഒടുവിലായി മാർക്കോ 60 കോടി പിന്നിട്ടു എന്ന വാർത്തയാണ് വരുന്നത്. അതായത് കുറച്ച് സിനിമകളെങ്കിലും വമ്പൻ കളക്ഷൻ നേടി, പക്ഷേ നഷ്ടത്തിന്റെ കണക്കാണ് മലയാള സിനിമയ്ക്ക് 24 കൂടുതൽ പറയാനുള്ളത് എന്നാണോ നിർമ്മാതാക്കൾ വ്യക്തമാക്കുന്നത്? അതെ, അതായത് 204 സിനിമകൾ തിയേറ്ററുകളിലെത്തി, 199 സിനിമകൾ റിലീസ് ചെയ്തതും 5 സിനിമകൾ റീ റിലീസുമായിരുന്നു. അതിൽ 26 സിനിമകളെ നമുക്ക് ഹിറ്റ് ലിസ്റ്റിൽ ഇടംപെടുത്താൻ പറ്റും. അതായത് സൂപ്പർ ഹിറ്റ്, ഹിറ്റ്, ആവറേജ് ഹിറ്റ് എന്നിങ്ങനെയുള്ള നിലകളിലൊക്കെ പ്രകടനം കാഴ്ചവെച്ചത് 26 സിനിമകൾ മാത്രമാണ് എന്നതാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഈ വർഷാവസാന കണക്കുകൾ നിരത്തിക്കൊണ്ട് വ്യക്തമാക്കുന്നത്. അങ്ങനെ 1000 കോടി മുതൽ മുടക്കിയതിൽ 300 കോടിയുടെ ലാഭം മാത്രമാണ് പോയ വർഷം മലയാള സിനിമയ്ക്ക് ലഭിച്ചത്. ബാക്കി 700 കോടി സിനിമാ വ്യവസായത്തിന് നഷ്ടമുണ്ടായി. ഒരു ചലനവും സൃഷ്ടിക്കാതെയാണ് റിലീസ് ചെയ്ത മറ്റു ചിത്രങ്ങൾ തിയേറ്ററിൽ വന്ന് കടന്നു പോയതെന്ന കണക്കാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മുന്നോട്ട് വെക്കുന്നത്. അവർ പ്രധാനമായും ഇതുമായി ചേർത്ത് പറയുന്നത് ഈ പ്രതിഫലം കുറയ്ക്കാൻ അഭിനേതാക്കൾ തയ്യാറാകണം. അതൊരു വലിയ പ്രതിസന്ധിയായി തന്നെ നിലനിൽക്കുന്നുണ്ട്. നിർമ്മാണ ചെലവ് വലിയ തോതിൽ വർദ്ധിക്കുന്നു. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണം. എങ്കിൽ മാത്രമേ വരും വർഷത്തിൽ ഒരു വ്യവസായത്തിന് മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഈ വർഷത്തെ ചുരുക്കുന്നത്. എന്തായാലും 199 സിനിമകൾ വന്നതിൽ 26 സിനിമകൾ ലാഭം കൊയ്തു എന്നതാണ് കണക്കിൽ പറയുന്നത്. റീ റിലീസ് ചെയ്തതിൽ ദേവദൂതൻ മാത്രമാണ് ഭേദപ്പെട്ട കളക്ഷൻ തിയേറ്ററുകളിൽ ഉണ്ടാക്കിയതെന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറയുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് അഭിനേതാക്കൾ പ്രതിഫലം കുറച്ച് സിനിമാ വ്യവസായത്തോട് ചേർന്ന് നിൽക്കണം എന്നൊരു കാര്യം കൂടി മുന്നോട്ട് വെച്ചുകൊണ്ടാണ് അവർ ഈ ഒരു വർഷത്തെ റിലീസ് കണക്കുകൾ വ്യക്തമാക്കുന്നത്.